നമ്മൾ ഒരു ബന്ധത്തെ വില കുറച്ച് കാണുകയോ അല്ലെങ്കിൽ അമിത പ്രാധാന്യം നൽകുകയോ ചെയ്യുമ്പോഴാണ് ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ വിള്ളൽ വീഴുന്നത്. വിശ്വസ്തത എന്നത് ഏറ്റവും മൂല്യമുള്ള ഒന്നാണ്. സമൂഹത്തോടും സാഹചര്യത്തോടും സത്യസന്ധത പുലർത്തുമ്പോൾ നാം വിശ്വസ്തരായി മാറും. പ്രതികൂലമായ ഏത് അവസ്ഥയിലും നേരിടാനുള്ള ഒരു ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടാകും. തളർന്നിരിക്കാതെ അത് കണ്ടെത്തിയാൽ അവയെ മറികടക്കാനാവും. ഏതൊരു ബന്ധത്തിലും മൂന്നാമതൊരാൾ കടന്നു വരാതെ സൂക്ഷിക്കുക. അത്രയും മനോഹരമായി ചേർന്നിരിക്കുന്നതിനെ ഇല്ലാതാക്കാൻ അവർക്ക് അത്ര സമയമൊന്നും വേണ്ടിവരില്ല. മറ്റുള്ളവരുടെ ഇഷ്ടം സമ്പാദിക്കാനായി അഭിനയിച്ച് ജീവിക്കരുത്. നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കുക. മതിപ്പും അംഗീകാരവും തേടി വന്നുകൊള്ളും. പ്രതിസന്ധിയിൽ നിങ്ങൾ എൻ്റെ കൂടെയില്ലെങ്കിൽ എൻ്റെ വിജയത്തിലും ഞാൻ നിങ്ങളുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നില്ല എന്ന ഉറച്ച തീരുമാനമെടുക്കുക. നിങ്ങൾ വിഷാദത്തിലാണെങ്കിൽ നിങ്ങൾ ഭൂതകാലത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ ഉത്കണ്ഠ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഭാവിയിൽ ജീവിക്കുന്നു. നിങ്ങൾ സമാധാനത്തിലാണെങ്കിൽ നിങ്ങൾ വർത്തമാനകാലത്തിൽ ജീവിക്കുന്നു. നേട്ടത്തിലേക്ക് നയിക്കുന്ന വിശ്വാസമാണ് ശുഭാപ്തി വിശ്വാസം. പ്രതീക്ഷയും വിശ്വാസവുമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അന്യൻ്റെ ധനത്തെ അപഹരിക്കാതെയും അവയെക്കുറിച്ച് ചിന്തിക്കാതെയും ഇരിക്കുകയും ചെയ്യുന്നവർക്ക് മനസ്സമാധാനം ലഭിക്കും. ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അനാവശ്യമാണ്. കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നത് മണ്ടത്തരവും. നിങ്ങൾ വിജയിക്കുമ്പോൾ ചുറ്റുമുള്ളവർ നിങ്ങളോട് പറയുന്നത് പോലെ നിങ്ങൾ ഒരിക്കലും 100% വിജയിയല്ല. അതുപോലെ തന്നെ നിങ്ങൾ തോൽക്കുമ്പോൾ അവർ പറയുന്നത് പോലെ നിങ്ങൾ ഒരിക്കലും 100% മോശവുമല്ല. വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് വലുതായി തോന്നുന്നുവെങ്കിൽ നിങ്ങളിപ്പോൾ കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. സ്വയം പരിമിതപ്പെടുത്തരുത്. മിക്ക ആളുകളും തങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് അവർ കരുതുന്ന കാര്യങ്ങളിൽ സ്വയം പരിമിതപ്പെടുത്തുന്നു. നിങ്ങൾ അനുവദിക്കുന്ന ഇടത്തോളം കാലം നിങ്ങളുടെ മനസ്സിന് സഞ്ചരിക്കാൻ കഴിയും. ഓരോ ചെറിയ അവസരത്തിനായും തിരയുക. പരാജിതൻ എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ട് കണ്ടെത്തുന്നു. എന്നാൽ ഒരു വിജയി എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും അവസരം കണ്ടെത്തുന്നു. നിങ്ങൾ സിംഹത്തെ കണ്ടുപഠിക്കുക. ജീവിതത്തിൽ ചിലപ്പോൾ അല്പം പിന്നോട്ട് പോകേണ്ടി വന്നാലും വമ്പിച്ചൊരു കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കണം. വേണമെന്ന് വിചാരിച്ചാൽ എന്തിനും നമുക്ക് സമയം കണ്ടെത്താൻ കഴിയും. പക്ഷേ വേണമെന്ന് തോന്നണം. മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന സമയമാണ് നമ്മൾ അയാൾക്ക് നൽകുന്ന മൂല്യം. നിങ്ങൾ വീണു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദനിച്ചോ എന്നതല്ല, നിങ്ങൾ എഴുന്നേൽക്കുമോ എന്നുള്ളതാണ് മുന്നോട്ടുള്ള യാത്രയെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് നമ്മുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടി നമ്മുടെ സ്നേഹം, കരുതൽ, കണ്ണുനീർ, വിലപ്പെട്ട സമയം എന്നിവ നീക്കിവെക്കുന്നു എന്നുള്ളതാണ്. സ്നേഹം, സമ്പാദ്യം തുടങ്ങിയ എല്ലാത്തിനും അവകാശം പറയാൻ ആളുകൾ കാണും. എന്നാൽ അവകാശികൾ ഇല്ലാത്ത ഒന്നുണ്ട്: ദുഃഖം. അത് പങ്കുവയ്ക്കാനും സ്വീകരിക്കാനും ആരും കാണില്ല. എപ്പോഴും ചിരിക്കുന്ന മുഖങ്ങളിൽ ദുഃഖങ്ങൾ ഇല്ലെന്ന് ധരിക്കരുത്. ദുഃഖങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കുക.